പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ ഇന്ന് തോരനും അവിലാണ് ഉണ്ടാക്കുന്നത് കേട്ടാ. മഴ തോളുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ വെയിലുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ പറയട്ടെ, രസം ചാനലിൽ നമ്മുടെ വീഡിയോ ഇട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടുനോക്കാം. നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, പിന്നെയും ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ടെന്നും സരിതര സംവിധാനം കഥയൊക്കെ എങ്ങനെയുണ്ടെന്ന് ഒന്ന് വിലയിരുത്താട്ടാ നിങ്ങൾ. അപ്പൊ അതൊന്ന് അത് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവമാണോന്ന് കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ട്. അനുഭവം എന്നല്ല കേട്ടാ, അങ്ങനത്തെ അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല, വെറും ഭാവന. അപ്പൊ ഒന്ന് കാണാം. അപ്പൊ നമുക്ക് തോരനും അവിലുണ്ടാക്കാം. അവിലാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത്. അവിലേക്കുള്ള കഷ്ണങ്ങളാണ് നമ്മൾ തുറക്കുന്നത്. അവളൊരു മോഹിനിയായിരുന്നു, അഴകിന്റെ ദേവതയായിരുന്നു. അധരങ്ങളിൽ നയനങ്ങളിൽ അശ്വതി പൂവുകൾ പൂത്തിരുന്നു. മോഹമായി ആത്മദാഹമായി ഓർമ്മയിലവളിന്നും ജീവിക്കുന്നു. പ്രണയ സരോവര തീരം പണ്ടൊരു പ്രദോഷ സന്ധ്യാനേരം പ്രകാശവലയമണിഞ്ഞൊരു സുന്ദരി പ്രഭാത പുഷ്പമായി വിടർന്നു എന്റെ വിചാരമണ്ഡലത്തിൽ പടർന്നു. അയ്യടാ പറഞ്ഞപ്പോ എന്തൊക്കെ കുറെ ഓർമ്മകൾ മിന്നി മഞ്ഞു കൊണ്ട് പോകത്ത്. പച്ചമുളക് ഇടുന്നു. ഇഞ്ചി. നമ്മുടെ ഈ അവിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വേപ്പില, കറിവേപ്പില ഇട്ടുവിടാ. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഉപ്പ് ഇട്ടാ, കുറച്ചുകൂടി ഉപ്പിടുന്നുണ്ട്. ഇനി ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇനി ഒന്ന് തിരുമ്പണം, നന്നായി തിരുമ്പി പിടിപ്പിക്കണം. മുളക് പൊടി നമ്മൾ 1/2 ടീസ്പൂണാണ് എടുത്തോണത്. 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നാളെയും ചായക്കുന്നതിൽ പച്ചമുളക് ഇടും. അപ്പോൾ മുളക് പൊടി അത്രയ്ക്കധികം വേണ്ട. നല്ല മണം. സ്വല്പം വെള്ളം അടുപ്പത്ത് വയ്ക്കണോ. നമ്മുടെ തീ നന്നായി കത്തി. അപ്പൊ നമ്മളിത് മൂടിയിട്ടുണ്ട്. മൂടിന നിർബന്ധമില്ല എന്ന് വെച്ചാൽ എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിലേ ഈ പൊടികളൊക്കെ വരില്ല. അപ്പൊ നമ്മള് എല്ലാം മൂടി. അപ്പൊ അടുത്ത് നമ്മള് കാബേജ് അരിയുന്നുണ്ട് ഇതിൻ്റെ ഇടയില്. അപ്പൊ നമ്മൾക്ക് ഇതിലേക്കുള്ള നാളികേരം ശരിയാക്കണം. ചേട്ടത് കോഴികൾക്ക് ഇട്ട് കൊടുത്തോ. കോഴികൾക്ക് ഭയങ്കര ഇഷ്ടം.
നാളികേരം പൊതിക്കുന്നതിന് മുമ്പേ ഇതൊന്ന് ഇളക്കണം. അതിൽ ചേനയും കായൊക്കെ അടിയിൽ പിടിക്കുക. ഇത്തിരി വെള്ളമല്ലേ ചേർത്തിട്ടുള്ളൂ. സാധാരണ നമ്മള് കൂട്ടാൻ വീട്ടിലേക്ക് വെക്കുമ്പോ നന്നായിട്ട് വെള്ളത്തിൽ വെക്കും, ഇത്തിരി കുഴമ്പ് പരിവാക്കും. ഈ കാണുന്നതാണ് നമുക്കുള്ള നാളികേരം മൊത്തം. ഈ ഓണത്തിന്റെ ടൈമിൽ ഇട്ടിട്ടുള്ള മൊത്തം നാളികേരം ഇതാ. ഉബ്രൻ വന്നിട്ട് ഇട്ടില്ലേ നല്ല. അതായത് അവിലിന് നല്ല മൂത്ത് പരിവായിട്ടുള്ള നാളികേരം എടുക്കരുത്. ഒരു ഇപ്പിട്ട നാളികേരാണെങ്കിൽ ടേസ്റ്റ് കൂടും. അവില് കുത്തി ഇളക്കരുതിട്ടേ, പതുക്കെ തീ എത്തിച്ചാൽ മതി. ഭീകരമായ അന്തരീക്ഷം, ഭയങ്കര കാറ്റും നല്ല മഴ വരുന്നത്. ചേട്ടാ തോരൻ എന്തോരം അരിയണം? അത്ര മതി. കാബേജ് അരിഞ്ഞില്ലേ, അരിക്ക് ആവശ്യത്തിന് ഉപ്പിടുന്നു. ഉപ്പ് കുറച്ചുകൂടി പിഴിയാനുള്ളതാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിട്ട് തിരുമ്മി വയ്ക്കും. അച്ഛൻ വയ്ക്കുന്ന രീതിയാണിത്. സരിതര ഈ പണിയാണ്. ഞങ്ങളുടെ അങ്ങോട്ട് മാറി നന്നായി അങ്ങോട്ട് തിരുമ്മി വെച്ചിട്ട് ഇങ്ങനെ അമർത്തിയാണ്ട് പൊത്തി വയ്ക്കുക. കുറച്ച് നേരം കേട്ടോ, ഒരു എത്ര മിനിറ്റ് നേരം വയ്ക്കിട്ട് ഒരു 5 മിനിറ്റ് നേരം വയ്ക്കാല്ലേ. ഒരു നാളികേരം കൂടി വേണേ. ഒരു നാളികേരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലത്തെ അരമുറി കൂടിയും അവിലേക്ക് വേണം. അരമുറി ആ ഇതിലത്തെ പകുതി അവിലേക്കും പകുതി തോരനിലേക്കും. ഈ നാളികേരത്തിലേക്ക് ജീരകം പച്ചമുളക് കേട്ടാ. ചൂനിയമുളകാണ്, നല്ല എരിവുണ്ട്. 2 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ടൂടാ. ജീരകം കഴുകിയതാണ് കേട്ടാ. അപ്പോൾ നമ്മുടെ ഈ സാധനം കണ്ട വെന്ത് കറക്റ്റായിട്ടാ, അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ നാളികേരം, ഒരു തുണ്ട് വെള്ളം ചേർക്കാത്ത നാളികേരം ജീരകം പച്ചമുളകും കൂടി അരച്ചത് ഇതിലേക്ക് ചേർക്കണം കേട്ടോ. ആ നാളികേരം ചതച്ചിട്ടുള്ളൂ. പിന്നെ ചേർക്കുന്നത് തൈരാണ്. തൈര് പുളിക്കനുസരിച്ചാണ് ചേർക്കുക. അപ്പോൾ നമ്മൾ തൈര് പുളി എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കിൽ ചേർക്കാം കേട്ടോ. നമ്മളിത് ഇളക്കണം, സൂക്ഷിച്ചിളക്കുക. ഈ ചട്ടകം കൊണ്ടാണ് ഇളക്കുക, കയ്യിലുകൊണ്ട് ഇളക്കില്ല ശരിക്കും അവിലേ സരിതാ. ഭംഗിയില്ലേ? ഇളക്കി യോജിപ്പിച്ച് ഒരു സ്വല്പം നേരം കഴിഞ്ഞ് നമുക്ക് പുളി നോക്കാം. പുളി ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഇറക്കാം. ദേ അവില് ചെറുതായിട്ട് ഒരു തിളവന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ എല്ലാം കറക്റ്റ് പാകമാണ്. ഒന്നും കൂടുതലില്ല, ഒന്നും കുറവില്ല. അപ്പോൾ നമ്മളിത് ഇറക്കാൻ പോവാണ്. ഇറക്കിയിട്ട് തോരൻ വയ്ക്കണം. കഴിഞ്ഞിട്ടില്ല കേട്ടാ. ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണയും വേപ്പിലയും വിതറണം. തോരൻ ഉണ്ടാക്കാൻ പോണതിന് മുമ്പ് തോരൻ പിഴിയണം. തോരനല്ല, ഈ കാബേജ് ഒന്ന് പിഴിഞ്ഞെടുക്കണം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ പിഴിഞ്ഞ് സരിത് പിഴിയണ്ട. അച്ഛൻ സർലാസ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ സബോള അരിഞ്ഞിട്ട് അച്ഛൻ
ഉപ്പിട്ട് വയ്ക്കും. എന്നിട്ട് പിഴിഞ്ഞ് വെള്ളം കളഞ്ഞിട്ടാണ് ഉണ്ടാക്കുക. സർലാസ് എന്ന് ഞങ്ങൾ പറയണത് ചില സ്ഥലത്ത് ചേട്ടാ കച്ചമ്പർ പിന്നെ സലാഡ് എന്നൊക്കെ പറയും. സർലാസ് എന്ന് പറയും. കട പിഴിഞ്ഞെടുത്തപ്പോ ഇത്രയ്ക്ക് വെള്ളം കിട്ടി. കാബേജിലത്തെ വെള്ളമാണ്. കാബേജ് തോരൻ വയ്ക്കാനായിട്ട് ഉരുളി അടപ്പത്ത് വെച്ചു. നമ്മളതിലേക്ക് ഒരു 2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നു കേട്ടാ. പിന്നെ നമ്മുടെ വേപ്പില, കറിവേപ്പില അത് ഇടണം. എന്നിട്ട് നമ്മൾ ഇതിനെ മൂടി വയ്ക്കും. ഇനി വിളമ്പണ ടൈമിലാണ് നമ്മളിത് തുറന്ന് ഇളക്കാം. തോരനിലേക്കുള്ള സബോള ഇരിക്കുന്നത്. സബോളയ്ക്ക് പകരം ചുവന്നുള്ളി കേട്ട വേണമെങ്കിൽ. പിന്നെ ഇത് ഒരു 5-8 പച്ചമുളക്, ചൂനിയമുളകാണ്. പിന്നെ വേപ്പില, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. ഇത്രയും സാധനങ്ങൾ വേണം. ഈ സബോള കൊത്തി അരിഞ്ഞതും പിന്നെ ഇഞ്ചി, പച്ചമുളക് അരിഞ്ഞതും ഒക്കെ ഇതിലേക്കിടാം. വേപ്പില ഇതൊന്ന് മിക്സ് ചെയ്യാം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം നമുക്ക്. ചുമന്നുള്ളി അരിഞ്ഞത് എടുക്കാട്ടാ. നമ്മുടെ ഉരുളി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടാ. തോരൻ വെക്കുന്നതായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ചൂടായി കടുകിടണം. ആഹാ, കടുക് നല്ല പോലെ ചൂടായി വെളിച്ചെണ്ണ. മിളകും ഉഴുന്ന് പരിപ്പിടണം. ഇതിലേക്ക് നാളികേരം ചാച്ചിരുന്നു കേട്ടോ. ഇതിലേക്ക് നമ്മുടെ തിരുമ്മി വെച്ച കാബേജ് ടീം എല്ലാം കൂടി ഇടുന്നു കേട്ടോ. ഈ സാധനല്ലേ ഇത് വെറുതെ തിന്നാട്ടെടുത്ത് ഇത് ഭയങ്കര രസമാണ്. ഇത് മുഴുവൻ വെടുപ്പാക്കി മഞ്ഞൾപ്പൊടി എടുത്ത് പോയില്ല പറഞ്ഞു. ഈ സാധാരണ പോലുള്ള തീയിൽ പെട്ടെന്നാവും. ഇത് മൂടിയിരിക്കുന്നു വേണ്ട കേട്ടാ. ഇടയ്ക്ക് ഇളക്കണം കേട്ടോ നമ്മള്. നമ്മുടെ തോരൻ കറക്റ്റ് പാകമായിട്ടാ. അപ്പോൾ നമുക്കതും ഇറക്കാം. അങ്ങനെ കഴിഞ്ഞു. നല്ലൊരു പണി തന്നെയായിരുന്നു. അപ്പോൾ നമ്മളിത് അവിലിൻ്റെ മൂടി ഇരിക്കുന്നു കേട്ടാ. ഇത് കിട്ടാൻ മതി, ഇത് കിട്ടാൻ മതി. ഇതിന് ഇളക്കണം. 2 ഒരു കയ്യിലാട്ടാ. രാജകീയമായ അവിലാണ് ഇത്. അയ്യോ, അവില് ഇതിലിട്ട് കുഴിഞ്ഞു തരുതേ. തോരനെ ഇത് കഴിഞ്ഞിട്ടാ മതിയാ. വേണ്ട, അത് സൈഡിലിടാം. തോരൻ ഇത് ഈ കയ്യിലോട്ടന്നെ എടുക്കണ്ട കേട്ടാ. തോരൻ നല്ല മണം വരുന്നു. അപ്പൊ കഴിക്കാൻ പോവാണ്. കഴിച്ച ചോറ് എടുത്തോണ്ടിട്ടില്ലേ? ചൂടുണ്ട്. നല്ല ടേസ്റ്റ്. സ്വപ്നങ്ങളിൽ മാത്രം നല്ല ടേസ്റ്റ്. അത് ഇങ്ങനത്തെ സാധനം. അവര് സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. തോരൻ ചൂടുണ്ട്, അവരും ചൂടുണ്ട്.
തോരൻ അടിപൊളി. തോരൻ നമ്മള് കാളഞ്ഞ ഓലൻ ഉണ്ടാക്കിയപ്പോ ഓലനായിരുന്നു ടേസ്റ്റ്. കാളൻ ടേസ്റ്റ് കുറവായിരുന്നു. പിന്നെ എലിശ്ശേരി പുളിശ്ശേരി കലകൻ. പക്ഷെ ഇത് രണ്ടും ഒന്നിനൊന്ന് മെച്ചം. ഏതാണ് കൂടുതൽ ടേസ്റ്റ് എന്ന് പറയാൻ പറ്റുക? തോരനൊക്കെ വെള്ളം എന്ന് പറഞ്ഞ സാധനല്ലേ ഇതില് ഇനി ഒന്നും തൊടാണ്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വേറിട്ടെടുക്കാതെ. നമ്മുടെ എലിശ്ശേരി ഇവിടെ കൂട്ടുകറി എന്ന് പറയൂട്ടാ. സാധാരണ നമ്മള് വീട്ടിൽ വെക്കുമ്പോ മത്തങ്ങയും പയറും എലിശ്ശേരി ചക്കലിശ്ശേരി വെക്കുക. കായും ചേനയും കൂടിയിട്ടുള്ള എലിശ്ശേരി സദ്യക്കേണ്ട അതിനെ കൂട്ടുകറി എന്ന് പറയാൻ സദ്യക്ക് അല്ലേ. കൊറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ട് അത് അല്ലേ, ഇത് എലിശ്ശേരി അല്ലല്ലോ കൂട്ടുകറി അല്ലേന്ന് പറഞ്ഞിട്ട്. അപ്പൊ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങള് നമ്മുടെ രസം ചാനലിൽ പോയി കാണാം, വീഡിയോ കാണാട്ടോ. പിന്നെ ഇത് അടിപൊളി പറഞ്ഞോളൂ, ഇത് അടിപൊളി കൂട്ടാനാണ്, എന്നിട്ട് വെച്ച് നോക്കാം. അപ്പൊ എല്ലാവർക്കും ഞങ്ങള് ഇനിയിപ്പോ വീഡിയോ ഇടാൻ പറ്റുന്ന അറിയില്ല. എല്ലാവർക്കും വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണത്തിന്റെ ഈ സാമ്പാർ, ഇനി സാമ്പാറും ഇതൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ചെയ്യുന്നില്ലായി. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. അപ്പൊ അടുത്ത വീഡിയോ കാണാൻ നന്ദി, നമസ്കാരം. ജഗുവാണ് ക്യാമറ ചെയ്യുന്നുണ്ട്. അപ്പൊ ജഗു പിന്നിലാണ്, ഇത് കഴിഞ്ഞിട്ട് ജഗു ഇത് കഴിക്കും.